ഹലോ, ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള കുറച്ച് അലങ്കോലമായി കിടക്കുന്ന സ്പേസ് ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ കുറച്ച് ചീരത്തൈ നടാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കാൻ പോവാണ്. ഇവിടെ നല്ലൊരു മഞ്ഞളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ നിർത്തിയും കൊണ്ട് ബാക്കി സ്ഥലമൊക്കെ വൃത്തിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണി തുടങ്ങായിട്ടുണ്ട്. അപ്പോൾ അതാ ചീരത്തൈ കുറച്ചുണ്ട്, ചെറിയ ചെറിയ തൈയാണ്. ഇത് നമ്മുടെ കൈപ്പട ചുവട്ടിൽ നിറച്ചും ഉണ്ടായ തൈകളാണ് കേട്ടോ. കൈപ്പട പരിപാലനമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഈ സ്ഥലമൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളവിടെ ചെറിയ ചെറിയ കുഴി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുഴി ഉണ്ടാക്കാനൊക്കെ എനിക്ക് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു, നടാൻ നേരത്ത് റെഡി ആയി പോകാമെന്നൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ കുഴിയൊക്കെ റെഡിയാക്കി നമ്മളിതാ ഓരോന്നും നടുകയാണ് കേട്ടോ. നല്ല പാകമാണ് നടാൻ വേണ്ടിയിട്ട്, ഒക്കെ ചെറിയ ചെറിയ തൈയാണ്. അപ്പോൾ അതാ നമ്മൾ കുറേ കുഴിയിലൊക്കെ എല്ലാം വെച്ച് നല്ല ഗ്യാപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തഴച്ച് വളരുന്നുള്ളൊരു പ്രതീക്ഷയിലാട്ടോ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് ഉമ്മറത്തെ പൈപ്പിൻ്റെ അടുത്താണ്, അപ്പോൾ വെള്ളത്തിന് അത്ര ക്ഷാമം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പ്രശ്നമൊന്നും വരില്ലായിരിക്കും. അപ്പോൾ അതാ നമ്മൾ ഏകദേശമൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഇനിയും തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് വേറെ എവിടെയെങ്കിലും നടാമെന്ന് വെച്ചു. ഇവിടെ കൊള്ളുന്നതല്ലേ ഇവിടെ പറ്റുള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒപ്പം തന്നെ തോജുണ്ട് കേട്ടോ. പിന്നെ അവനെ വല്ലാതെ നമ്മൾ ഇതിലൊന്നും സഹായിക്കാൻ വിളിക്കാത്തതാണ്. പക്ഷെ അവൻ നമ്മൾ നേരത്തെ നനച്ച് കുഴി ഉണ്ടാക്കുന്നൊക്കെ കണ്ടിട്ടായിരിക്കും ഒരു പാത്രത്തിൽ ഇതാ നനയ്ക്കുന്നുണ്ട്. ഇപ്പം നനയ്ക്കുന്നത് ഇവിടെ ഉള്ള ചീരയാണ് കേട്ടോ. ഇവിടെ ആദ്യം ഉണ്ട് ഈ ഒരു ചീരത്തൈ. അങ്ങനെ ഒരു ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തോജു ഇതാ വീണ്ടും അടുത്ത ചീരയ്ക്ക് കൊണ്ടൊഴിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഓരോ ചീരയ്ക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലായിട്ട് ഇതാണ് നമ്മുടെ ലുക്ക് കേട്ടോ. നമ്മുടെ മഞ്ഞൾ തൈയൊക്കെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളിടത്തൊക്കെ ചീര നട്ടിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ വേറെ കുറച്ച് പച്ചക്കറി ഉള്ളത്. ഇവിടെ നല്ലൊരു മുളക് തൈ ഉണ്ട്, ഇവിടെ നന്നായിട്ട് പൂത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതാ തക്കാളിയിൽ നിറയെ തക്കാളി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് പഴുത്തിട്ടോ, അത് നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു 2 തൈയാണുള്ളത്, പക്ഷെ അതിൽ തക്കാളികൾ നല്ലോണം ഉണ്ടാവുന്നുണ്ട് കണ്ടോ. അവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് ഉയർത്തി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി പൂവുണ്ട്. അപ്പോൾ വീണ് കിടന്ന തക്കാളി തൈനെയൊക്കെ ഒന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ എന്താ ഒരു ഓമമരമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വളർന്നു വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തുളസി നടാനുണ്ടായിരുന്നു. നമുക്ക് പറമ്പിൽ നിന്ന് വേറെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു തുളസീനെ നട്ടു. പിന്നെയുള്ളൊരു ചെറിയ പണി ഇന്ന് നമ്മുടെ ബഡ്ഡിങ് ആണ് കേട്ടോ. ഇത് നമ്മൾ പ്രിയൂർ മാങ്ങേനയിട്ട് സാധാ നാട്ടുമാവിനെ ബഡ് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ഒരു ട്രൈ ആണ്, നമ്മൾ ആദ്യമായിട്ട് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. നമ്മൾ ഒരു ഭാഗം ചെത്തിയിട്ട് അതിന് മാച്ചായിട്ട് നമ്മുടെ പ്രിയൂറിൻ്റെ കഷ്ണം വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയല്ല, നമ്മളിങ്ങനെ ചുറ്റി വയ്ക്കുക ചെയ്യുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് ചുറ്റി വയ്ക്കുക ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് അറിയില്ല. സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് ഒന്നൊന്നുമല്ല കേട്ടോ, നമ്മൾ അത്യാവശ്യം 10-23 അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വെള്ളം നേരിട്ട് മഴ പെയ്താലും തട്ടാത്ത രീതിയിലുള്ള നമ്മളെ സൺസൈഡിൻ്റെ സൈഡിലാണ് ഇതൊക്കെ ഇങ്ങനെ വരിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയുള്ള